ഇന്നത്തെ ദൈവവചനം ലേവ്യ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ സമയം ഞാൻ പാസ്റ്റർ ഡെനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മണ്ണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. മരുഭൂമിയിലെ വിശുദ്ധ മന്ദിരത്തിൽ ഒരിക്കലും അണയാൻ പാടില്ലാത്ത ഒരു തീ ഉണ്ടായിരുന്നു. ആ തീ വെളിച്ചത്തിന് വേണ്ടി ആയിരുന്നില്ല, ആ തീ ചൂടിനു വേണ്ടിയുമായിരുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനുമല്ല. ആ തീ യാഗപീഠത്തിന്മേലായിരുന്നു. ആ തീയെക്കുറിച്ച് ദൈവം പ്രത്യേകമായിട്ട് കൽപ്പിച്ചു. അതാണ് വാക്യത്തിൽ വായിച്ചത്, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഒരു ആചാരമായിരുന്നില്ല. ഇത് ഓരോ വിശ്വാസിയുടെയും ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പാണ്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തീ എവിടെ നിന്നാണ് വന്നത്? പുരോഹിതന്മാർ ഇത് കത്തിച്ചതാണോ? ഒരിക്കലുമല്ല. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 24-ൽ നാം വായിക്കുന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട യാഗത്തെ ദഹിപ്പിച്ചു. അത് മനുഷ്യൻ ഉണ്ടാക്കിയ തീ അല്ലായിരുന്നു, ദൈവം തന്നെ തീയായിരുന്നു. പക്ഷേ ആ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ദൈവം ഒരു ഉത്തരവാദിത്വം പുരോഹിതന്മാർക്ക് നൽകി. എന്താണ് ആ ഉത്തരവാദിത്വം? ഇനി ഈ തീ കെട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. എത്ര വലിയൊരു ആത്മീയ സത്യമാണിത്. തീ ഇറക്കിയത് ദൈവമാണ്, പക്ഷെ തീ കെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആരാ? മനുഷ്യൻ. ഓരോ പ്രഭാതവും പുരോഹിതൻ ആദ്യം പോകുന്നത് യാഗപീഠത്തിന്റെ അടുക്കലായിരുന്നു. അവൻ ഇന്നലെയുടെ ചാരങ്ങൾ നീക്കും, അവിടെ പുതിയ വിറക് അടുക്കി വെക്കും, യാഗം ഒരുക്കും, തീ എന്നിട്ട് പരിശോധിക്കും. കാരണം ഇന്നലെയുടെ യാഗം കഴിഞ്ഞുപോയി, പക്ഷെ ഇന്നത്തെ യാഗത്തിനായി തീ വീണ്ടും ജ്വലിച്ചുകൊണ്ടിരിക്കണം. ദൈവം ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു, ഇന്നലെയുടെ അനുഭവം ഇന്നത്തെ ആത്മീയ ജീവിതത്തിന് മതിയാകത്തില്ല. ഈ വചനത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കൂ, ദൈവം പറഞ്ഞില്ല തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. അവൻ പറഞ്ഞത് എന്താണ്? തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം തീ ഒരൊറ്റ നിമിഷത്തിൽ കെട്ടുപോകത്തില്ല. ആദ്യം വിറക് കത്തി കുറയുന്നു, പിന്നെ അതിന്റെ ജ്വാല ചെറുതാകുന്നു, പിന്നെ ചൂട് കുറയുന്നു, അവസാനം പുക മാത്രം ബാക്കി വരുന്നു. അതിനുശേഷമാണ് തീ കെട്ടുപോകുന്നത്. ആത്മീയ ജീവിതവും അങ്ങനെ തന്നെയാണ് ദൈവമക്കളെ. ആരും ഒരു ദിവസം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാറില്ല. ആദ്യം അവരുടെ പ്രാർത്ഥന കുറഞ്ഞു പോകും, പിന്നെ വചന ധ്യാനം കുറയുന്നു, പിന്നെ ആരാധന ഒരു ചടങ്ങായി മാത്രം മാറുന്നു. അവസാനം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടും അത് തിരിച്ചറിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പുരോഹിതൻ ഓരോ ദിവസവും ആദ്യം ചെയ്തത് ചാരം നീക്കുകയായിരുന്നു. എന്താണ് ചാരം? ഇന്നലെ കത്തിയ തീയുടെ അടയാളമാണ് ചാരം, അല്ലെങ്കിൽ ഇന്നലെ അർപ്പിച്ച യാഗത്തിന്റെ ഓർമ്മയാണ് ഈ ചാരം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെയുടെ ചാരത്തിന്മേൽ പുതിയ തീ ജ്വലിക്കത്തില്ല. ചാരം നീക്കിയാലേ പുതിയ വിറക് വെക്കാൻ കഴിയൂ. ഇന്നും പലരും പഴയ അനുഭവങ്ങളുടെ ചാരത്തിന്മേൽ ഇരുന്നാണ് ജീവിക്കുന്നത്. ഒരിക്കൽ എനിക്ക് വലിയ അഭിഷേകം ഉണ്ടായിരുന്നു, ഒരിക്കൽ ഞാൻ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു, ഒരിക്കൽ ദൈവം എന്നെ ശക്തമായി ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ചാരത്തിന്മേൽ ഇരുന്ന് ജീവിതം തീർക്കുകയാണ്. പക്ഷെ ദൈവം ഇന്നലെയുടെ ചാരം കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്നത്തെ തീയാണ് അവൻ അന്വേഷിക്കുന്നത്. ഇനി ഏറ്റവും വലിയൊരു മർമ്മം കൂടെ ഞാൻ പറയാം. തീ കത്തിയത് യാഗപീഠത്തിന്മേലാണ്. യാഗപീഠം ഇല്ലാതെ തീക്ക് സ്ഥാനമില്ല. യാഗമില്ലാത്ത യാഗപീഠത്തിൽ തീ ഒരിക്കലും നിലനിൽക്കത്തില്ല. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമർപ്പണമില്ലാത്ത ജീവിതത്തിൽ ആത്മീയ തീ ഒരിക്കലും നിലനിൽക്കത്തില്ല. ഇന്ന് പലർക്കും എന്തുണ്ട്? ശുശ്രൂഷയുണ്ട്, പക്ഷെ യാഗമില്ല. പ്രസംഗമുണ്ട്, പക്ഷെ സ്വകാര്യ പ്രാർത്ഥനയില്ല. ആരാധനയുണ്ട്, പക്ഷെ സമർപ്പണമില്ല. അഭിഷേകം വേണം, പക്ഷെ യാഗം വേണ്ട. ദൈവം ആദ്യം അന്വേഷിക്കുന്നത് തീയല്ല, യാഗമാണ്. യാഗമുള്ളിടത്ത് തീ വൈകത്തില്ല, അത് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ നാദാബും അബീഹുവും ഒരു വലിയ തെറ്റ് ചെയ്തു. അവർ അന്യാഗ്നി കൊണ്ടുവന്നു. തീ ഉണ്ടായിരുന്നു, പക്ഷെ അത് ദൈവം അയച്ച തീയല്ലായിരുന്നു. ഇന്നും അതുപോലെ സംഭവിക്കാം. വേദിയിൽ ആവേശമുണ്ടാകാം, വാക്കുകൾ മനോഹരമായിരിക്കാം, കഴിവുകൾ ആളുകളെ ആകർഷിച്ചേക്കാം. പക്ഷെ ഒരു ചോദ്യം മാത്രം പ്രധാനമാണ്, അത് ദൈവത്തിന്റെ തീയാണോ അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിച്ച തീയാണോ? ദൈവം ജ്വാലയുടെ വലുപ്പമല്ല നോക്കുന്നത്, അതിന്റെ ഉറവിടമാണ് നോക്കുന്നത്. ഇന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ തീ എവിടെയാണ് എന്നല്ല, നിങ്ങളുടെ യാഗപീഠം എവിടെയാണ് എന്നാണ്. കാരണം യാഗപീഠം വീണ്ടും പണിതാൽ തീ വീണ്ടും ജ്വലിക്കും. സ്വകാര്യ പ്രാർത്ഥന മടങ്ങി വന്നാൽ അഭിഷേകം മടങ്ങി വരും. സമർപ്പണം മടങ്ങി വന്നാൽ ദൈവ സാന്നിധ്യവും മടങ്ങി വരും. ദൈവം ഇന്നും തീ അയക്കുന്ന ദൈവമാണ്, പക്ഷെ അവൻ ആദ്യം അന്വേഷിക്കുന്നത് ഒരു യാഗപീഠമാണ്. ഏലിയാവ് കർമ്മേൽ മലയിൽ ആദ്യം യാഗപീഠം പണിതു, പിന്നെയാണ് തീ ഇറങ്ങിയത്. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ ആദ്യം ഒരു മനസ്സോടെ പ്രാർത്ഥനയിൽ നിലനിന്നു,
തീർന്നു. പിന്നെയാണ് അഗ്നിനാവുകൾ ഇറങ്ങിയത്. യാഗം ഒരുക്കപ്പെടുമ്പോൾ തീ ഒരിക്കലും വൈകത്തില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവ് ഇന്ന് നിങ്ങളുടെ യാഗപീഠത്തെ വീണ്ടും സ്പർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കെട്ടുപോയതായി നിങ്ങൾ കരുതിയ ആത്മീയ തീ വീണ്ടും ജ്വലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വീണ്ടും ജീവൻ വരും. വചനത്തിന് വീണ്ടും വിശപ്പ് വരും. ആരാധനയ്ക്ക് വീണ്ടും കണ്ണുനീർ വരും. നിങ്ങളുടെ ശുശ്രൂഷയിൽ വീണ്ടും ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. ഇന്ന് കർത്താവ് നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, യാഗപീഠം ഒരുക്കുക, തീ അയക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് യാഗപീഠം പണിയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്നും തീ ഇറക്കി യാഗപീഠത്തിന്മേൽ പ്രസാദിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതം ആത്മീകമായി മുന്നേറുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലെ യാഗപീഠം ഒരിക്കലും ശൂന്യമാകാതിരിക്കട്ടെ. ഇന്നലെയുടെ ചാരത്തിൽ ജീവിക്കാതെ ഓരോ ദിവസവും പുതിയ സമർപ്പണത്തോടെ നിന്റെ സന്നിധിയിൽ വരുവാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. നിന്റെ വിശുദ്ധ തീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും കെട്ടുപോകാതിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.